നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ജോലിക്ക് പോകാത്ത ആഷിഖ് തന്റെ ആവശ്യങ്ങൾക്ക് ലോൺ എടുപ്പിച്ചതെല്ലാം ആര്യയെ കൊണ്ട്. പുതിയ കാർ എടുക്കാൻ വീണ്ടും ഭാര്യയെ സമ്മർദ്ദത്തിലാക്കി. അമ്മയോട് സങ്കടം പറഞ്ഞ യുവതി നേരെ പോയത് തൂങ്ങി മരിക്കാനും. മകളുടെ മരണത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. പത്തനംതിട്ടയിൽ 22കാരി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത്. വട്ടക്കാവ് കല്ലിനടുക്കയിൽ ആര്യാലയത്തിൽ ആര്യകൃഷ്ണയാണ് ആത്മഹത്യ ചെയ്തത്. ആര്യയുടെ ഭർത്താവായ അരുവാപ്പുലം ഊട്ടുപാറ കുളമാങ്കൂട്ടത്തിൽ ആശിഷാണ് പ്രതി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ആശിഷിന്റെ പേരിൽ ചുമത്തിയത്. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ആര്യയുടെ പിതാവ് അനിൽകുമാർ പോലീസിന് മൊഴി നൽകിയത്. ആശിഷ് 4 സ്ഥാപനങ്ങളിൽ നിന്ന് ആര്യയെ കൊണ്ട് വായ്പ എടുപ്പിച്ചിരുന്നു. പുതിയ കാർ എടുക്കാൻ വായ്പയ്ക്ക് ആര്യയുടെ വീടിന്റെ കരമടച്ച രസീത് ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എന്നാൽ ആര്യ ഇത് നൽകിയില്ല. സംഭവത്തിന്റെ തലേ ദിവസം പുതിയ കാർ വാങ്ങാനുള്ള വായ്പയുടെ കാര്യം തിരക്കാനായി പത്തനംതിട്ടയിൽ പോയ സമയം വാക്കുതർക്കമുണ്ടായി. അടുത്ത ദിവസം രാവിലെ മാതാപിതാക്കളുമായി ലോൺ തരപ്പെടുത്താനായി ആശിഷ് പോയ സമയത്താണ് ആര്യ ജീവൻ ഒടുക്കിയത്. അതിനു മുൻപ് ആര്യ അരമണിക്കൂറോളം അമ്മയുമായി സംസാരിച്ചിരുന്നു. അമ്മ ആവശ്യപ്പെട്ടിട്ടും ആശിഷിനെതിരെ ആര്യ പരാതി നൽകിയിരുന്നില്ല. ആശിഷ് ജോലിക്ക് പോകാറില്ലെന്നും മദ്യപനാണെന്നും പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് പയ്യാനമൺ വേങ്ങത്തടിക്കൽ വാടക വീട്ടിലെ കിടപ്പുമുറിയിലാണ് ആര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തെങ്കിലും ആശിഷിന്റെ പേരണം വ്യക്തമായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആശിഷിന്റെ വീട്ടുകാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്.